ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഭരണി, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ. അത് അനുജന്മ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ഭരണി, പൂരാടം. ഈ നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ അധിപൻ ശുക്രൻ. ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ശുക്രദശ എന്ന് പറയുന്നത് 20 വർഷം. 20 വർഷമുള്ള ശുക്രദശയിൽ ജനിക്കുമ്പോൾ അത് എത്ര വർഷം ശിഷ്ടദശ കിട്ടി എന്നുള്ളത് ഒരു കണക്ക് കൂട്ടിയെടുക്കേണ്ടതും ഓരോ വ്യക്തികളുടെയും ജനന സമയവും തീയതിയും വെച്ചുകൊണ്ടാണ് ഗർഭശിഷ്ടം കണക്കാക്കുന്നത്. അങ്ങനെ ജാതകം നോക്കുക അല്ലെങ്കിൽ ഗ്രഹനില നോക്കുക, അതിനൊക്കെ പറ്റും. ചിലർക്ക് 1 വർഷമോ അല്ലെങ്കിൽ 1 മാസമോ ഒക്കെ ഈ ശുക്രദശ കിട്ടിയുള്ളൂ എന്ന് വരാം. എന്നാൽ ചിലർക്ക് 19 വയസ്സും കൂടുതലും ഒക്കെ കിട്ടിയെന്ന് വരാം. 18 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സൊക്കെ വരെ ശുക്രദശ ഉണ്ടാകാം. അങ്ങനെ ശുക്രദശയിൽ ജനിക്കുന്ന കുട്ടികൾ അത് കൂടുതൽ നാൾ, അതായത് 15 18 വർഷമൊക്കെ അവർക്ക് ശിഷ്ടദശയായിട്ട് കിട്ടുകയും ആ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ജനിക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്ന രാശി, അതാണ് ലഗ്നം, ലഗ്നരാശി എന്ന് പറയും. ആ ലഗ്നരാശിയിൽ അത് ഇടവം രാശിയോ തുലാം രാശിയോ മീനൻ രാശിയോ ലഗ്നരാശിയായിട്ട് വരണം. എന്നിട്ട് ഈ രാശികളിൽ എവിടെയെങ്കിലും ശുക്രൻ നിൽക്കുക, അതായത് മീനത്തിൽ ശുക്രൻ നിൽക്കുകയോ ഇടവത്തിൽ നിൽക്കുകയോ തുലാത്തിൽ നിൽക്കുകയോ ചെയ്താൽ അത് ലഗ്നത്തിൻ്റെ, അതായത് ജനിച്ച രാശിയുടെ 4, 7, 10 എന്നീ ഭാവങ്ങൾ വരികയും ആ ശുക്രന് പാപയോഗമോ പാപദൃഷ്ടിയോ ഇല്ലാതെയോ വന്നാൽ അത് മാളവിക യോഗമാണ്. മാളവിക യോഗം എന്ന് കേട്ടിട്ടെങ്കിലും ഉള്ളവർ ധാരാളം ഉണ്ട്. മാളവിക യോഗം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണമായ കുടുംബജീവിതത്തിൻ്റെയും എല്ലാം നല്ല അനുഭവങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു ഗ്രഹമാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ഈ മാളവിക യോഗം ഉണ്ടോ എന്നറിയുവാൻ ഏതെങ്കിലും ഒരു ജ്യോത്സ്യരെ കാണുക. അത് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. മാളവിക യോഗം, മാളവിക യോഗത്തോടു കൂടി ജനിക്കുന്ന കുട്ടിയാണ് എങ്കിൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പൂർണ്ണമായ ബലമുള്ള മാളവിക യോഗത്തോടു കൂടി ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ചില കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കേട്ടിട്ടില്ലേ, പെട്ടെന്ന് തന്നെ ആ കുടുംബത്ത് മാതാപിതാക്കൾക്ക് നല്ല ഗവൺമെൻറ്റോ അല്ലെങ്കിൽ തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് മേഖലകളിലോ സ്വയമായിട്ട് ബിസിനസ്സുകളോ സ്റ്റാർട്ട് ചെയ്ത് വലിയ വൻ രീതിയിലേക്ക് വരും. നല്ല സാമ്പത്തിക അഭിവൃദ്ധി, ഉത്തമമായ ഭൂമികൾ, കൃഷിഭൂമി, വാസയോഗ്യമായ ഉത്തമമായ ഗൃഹം, അത് ശില്പജാതിരിയോടുകൂടിയ ഗൃഹം, അതുപോലെ തന്നെ നല്ല കമ്പനിയുടെ ഉത്തമമായ വാഹനം, നല്ല സുഹൃത്തുക്കൾ, കീഴ്ജീവനക്കാർ, സഹപ്രവർത്തകർ, നല്ല മേലധികാരികൾ, സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടുക, അങ്ങനെയൊക്കെ മാതാപിതാക്കൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേർന്ന് ആരോഗ്യത്തോടുകൂടി സുഖലോലുപമായിട്ട് ജീവിക്കുവാനായിട്ട് ഈ മാളവിക യോഗം അനുഗ്രഹിക്കും. അതാണ് ഭരണി, പൂരാടം നക്ഷത്രത്തിൽപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾ പെട്ടെന്ന് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് രക്ഷപ്പെടുന്നതിൻ്റെ കാര്യം. എല്ലാവർക്കും ഈ മാളവിക യോഗം കാണണമെന്നില്ല. ശുക്രൻ പിഴച്ചു നിന്നാൽ യാതൊരു ഗുണവും കിട്ടുകയില്ല. പ്രത്യേകിച്ച് നീച രാശിയായ കന്നിരാശിയിലോ മറ്റ് ശത്രുക്ഷേത്രങ്ങളിലും ഒക്കെ നിന്ന ലഗ്നത്തിൻ്റെ അനിഷ്ടഭാവങ്ങളായ 3, 6, 8, 12 ഭാവങ്ങളിലൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ യാതൊരു ഗുണവും കിട്ടുകയില്ല. ആ ശുക്രദശ കഴിഞ്ഞ് പിന്നെ വരുന്നത് ആദിത്യദശയാണ്. ഈ ആദിത്യദശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദിത്യൻ ലഗ്നകേന്ദ്രങ്ങളിൽ, അതായത് തൊഴിൽ സ്ഥാനമായ ലഗ്നാൽ 10ാം ഇടത്തൊക്കെ ബലവാനായിട്ട് മേടം രാശിയിൽ ആദിത്യൻ നിൽക്കുകയും അപ്പോൾ കർക്കിടകം രാശി ലഗ്നമായിട്ട് വരികയും ഒക്കെ ചെയ്താൽ തൊഴിൽ സ്ഥാനത്ത് ഗവൺമെന്റിനെ അല്ലെങ്കിൽ
രാജാവിനെ അധികാരത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന കൽപ്പനകൾ ഇറക്കുവാൻ യോഗ്യമായ രീതിയിൽ ഭരണ നൈപുണ്യമുള്ള ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന നല്ല ഉയർന്ന ജോലി ലഭിക്കുവാനൊക്കെ യോഗമുണ്ട്. ഈ സൂര്യൻ മേടം രാശിയിൽ അത് ഇത്ര ഡിഗ്രി എന്നുണ്ട്. ഇത്ര ഡിഗ്രിക്ക് ഉള്ളിൽ നിന്നാൽ അതിലും മെച്ചമാണ്. ഉച്ചം പരമോച്ഛത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ പരമോച്ഛത്തിലാണ് നിൽക്കുക. ഉച്ചം കഴിഞ്ഞ് നിൽക്കുക. ഉച്ചം കഴിഞ്ഞിട്ട് കാര്യം പരമോച്ഛത്തിൽ നിൽക്കുമ്പോഴൊക്കെയാണ് എങ്കിൽ അതിനൊക്കെ പൊസിഷൻ കിട്ടും. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, ഒരു വ്യക്തിയെ കണ്ടാൽ തന്നെ തേജസ്, ഓജസ്, സ്ഥാനമാനങ്ങൾ, ഒന്നിരിക്കുവാനെങ്കിലും പറയും ശത്രുക്കൾ പോലും. അത്രയ്ക്ക് പവർഫുള്ളായിരിക്കുന്ന ഒരു ഗ്രഹമാണ് ആദിത്യൻ. അത് 6 വർഷമാണ് ശുക്രദശ എത്ര ഗൃഹശിഷ്ടമുണ്ട് എന്ന് കണക്കാക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ 6 വർഷം കൂടി കൂട്ടുന്നതാണ് ആദിത്യദശ. അതിന് ശേഷം വരുന്നതാണ് ചന്ദ്രദശ. ഈ ചന്ദ്രൻ, അതായത് ചന്ദ്രൻ എല്ലാവർക്കും വിവിധങ്ങളായ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരാണ്. ആ നക്ഷത്രത്തിൽ മാത്രമേ ചന്ദ്രൻ നിൽക്കുകയുള്ളൂ. ആ ചന്ദ്രനൊരു ഗുണമുണ്ട്, പക്ഷബലത്തോടുകൂടി നിൽക്കുക. അതായത് വെളുത്തവാവിനോട് അടുത്ത ദിവസങ്ങൾ, വെളുത്തവാവ് വരാൻ പോകുന്നു, വെളുത്തവാവ് സമയം, വെളുത്തവാവ് കഴിഞ്ഞ്, അങ്ങനെ പക്ഷബലത്തോടു കൂടി നിന്നാൽ ഉത്തമമാണ്. അധിക പാവബന്ധമൊന്നുമില്ല, നല്ല മനോബലം, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സന്മനസ്, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ആ ചന്ദ്രൻ കൊണ്ടെത്തും. പിന്നെ വരുന്നത് 10 വർഷം ചന്ദ്രദശ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചൊവ്വാദശ 7 വർഷം. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശുക്രനെ പോലെ തന്നെയാണ്. ഇഷ്ടഭാവങ്ങളായ മേടം, വൃശ്ചികം, മകരം എന്നീ രാശികളിൽ ലഗ്നമായിട്ട് വന്ന് അവിടെ നിൽക്കുകയോ അല്ല എങ്കിൽ ലഗ്ന കേന്ദ്രത്തിൽ 4, 7, 10 ഭാവങ്ങളിൽ ഈ മേടം, വൃശ്ചികം, മകരം രാശികളിൽ ചൊവ്വ നിന്നാലും പഞ്ചമഹാപുരുഷയോഗത്തിൽപ്പെടുന്ന രുചകയോഗം അതൊക്കെ വന്നു ചേർന്നാൽ മുടി ചൂടി വാഴുക, സല്യൂട്ട് സ്വീകരിക്കുക, പടനായകനാകുക, പൊസിഷൻ, പദവി, മന്ത്രി പദവി, അങ്ങനെയൊക്കെ വന്നു ചേരും. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരുവാനായിട്ട് അനുഗ്രഹിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും എന്ന് അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും. സമയം മാറുവാൻ അധികം നേരമൊന്നും വേണ്ട. ധനമുണ്ടാകുവാൻ, ജോലി കിട്ടുവാൻ, അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുവാൻ ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് ചേർത്ത് കമൻറ്റ് ചെയ്താൽ കഷ്ടതകൾക്ക് മാറുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.